ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബർഗാച്ചി അദ്ദേഹം കൺഫേം ചെയ്തൊരു കാര്യം പറഞ്ഞു. പല ആൾക്കാരും ചോദ്യമാണ്, ഇനിയും ഇറാൻ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് നടത്തിയിട്ടില്ല. ഇനിയും ആ ബ്ലാസ്റ്റിന് ശേഷം, അതായത് അവിടെ ബങ്കർ ബസ്റ്റർ ബോംബ് ചെയ്ത ശേഷം അവരതിനു വേണ്ടി ഒരു അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. അതേപോലെ അദ്ദേഹം ഇന്റർനാഷണൽ മീഡിയയോട് സമ്മതിച്ചു, അമേരിക്കൻ അറ്റാക്ക് കൊണ്ട് അവരുടെ ഈ സംഭവങ്ങളെല്ലാം, അവരുടെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്ലാന്റുകളും എല്ലാം നശിച്ചു പോയി. പിന്നീടൊരു സംഭവം നിങ്ങൾ മനസ്സിലാക്കണം, അവർ നേരത്തെ പറഞ്ഞു ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി അതിന്റെ കമ്മീഷൻ, അതിൽ നിന്ന് അവർ വിഡ്രോ ചെയ്തു. അവരുമായിട്ട് അവർ ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്, അതായത് വീണ്ടും തിരിച്ചു പോകുന്നു. എന്താ ഈ പെട്ടെന്ന് ഇറാൻ ഇങ്ങനൊരു തീരുമാനം എടുക്കാനുണ്ടായ കാരണം? സാങ്ഷൻ ഒന്നുമല്ല, വീണ്ടും ഇസ്രായേലിന്റെ പൊട്ടൻഷ്യൽ ത്രെട്ട്. ഇസ്രായേൽ പറഞ്ഞു വീണ്ടും അറ്റാക്ക് ചെയ്യും. അതൊറ്റ കാരണം, ഭയന്നുപോയി. കഴിഞ്ഞ 13 ദിവസം ഇസ്രായേൽ എങ്ങനെയാണ് ഇറാന്റെ മേളിൽ കയറി മേഞ്ഞത്? ഭയന്നുപോയി. നിങ്ങൾക്കറിയാം, മറ്റു വസ്തുതയുണ്ട്. ഇറാനിൽ ആ ടെഹ്റാൻ സിറ്റി കംപ്ലീറ്റ് മാറ്റാൻ പോവുക. വെള്ളമില്ല, അതായത് ഡ്രോട്ട്, വരൾച്ച, രൂക്ഷമായ വരൾച്ച. ഏകദേശം 9-10 ദിവസത്തേക്കേ ഉള്ളൂ അവിടെ വെള്ളം. ആ സിറ്റി ആണെങ്കിൽ ഏകദേശം 1 കോടി ആൾക്കാരുണ്ട് ടെഹ്റാൻ സിറ്റിയിൽ. ആ സിറ്റി കംപ്ലീറ്റ് ആയിട്ട് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ മറ്റൊരിടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുക.